റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യയെ തെരഞ്ഞെടുക്കുമ്പോൾ സൂചിപ്പിച്ച 1-2 കാര്യങ്ങൾ സാന്ദർഭികമായി നിങ്ങളോട് ഞാൻ പറയുകയാണ്. അതിൽപ്പെട്ട ഒന്നാണ് കന്യകകളെ കല്യാണം കഴിക്കുക എന്നത്. ഒരാൾ പ്രഥമ കല്യാണം കഴിക്കുമ്പോൾ അതിൽ പരിഗണന നൽകേണ്ടത് അവർ മുൻപ് മറ്റൊരു കല്യാണം കഴിക്കാത്തവരായിരിക്കലാണ് നല്ലത് എന്നേ ഉള്ളൂ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും സ്വഹാബികൾ കല്യാണ അന്വേഷണം നടത്തുമ്പോൾ, ഞാൻ ഇന്ന പെണ്ണിനെ കല്യാണം അന്വേഷിച്ചു, ഇയാൾ മുമ്പ് കല്യാണമൊന്നും അന്വേഷിച്ചിട്ടുണ്ടാവൂല. അപ്പൊ റസൂലുള്ള ചോദിച്ചത് കാണാം, ഹല്ലാ അഖദ്ത ബിക്റൻ തുലാഇബുഹാ വതുലാഇബുക, നിനക്കൊരു കന്യകയെ കല്യാണം കഴിച്ചുകൂടായിരുന്നോ? എന്നാൽ നിങ്ങൾക്കിടയിലുള്ള ആ സന്തോഷകരമായ ജീവിതം നന്നാകുമല്ലോ. വേറെ ഒരു ഹദീസിൽ കാണാം, അലൈക്കും ബിൽ അബ്കാർ, നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ കന്യകകളെ പ്രത്യേകമായി പരിഗണിക്കണം. ഫഇന്നഹുന്ന അഅദബു അഫ്വാഹ, അവർ നന്നായി കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കാൻ അറിയുന്നവരാണ്. ഐ അല്യനു കലിമതൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, തഖയ്യറൂ ലിനുതുഫികും വലാ തളഊഹാ ഇല്ലൽ അക്ഫാ, നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ഇണകളെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് അനുയോജ്യരാണോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അതായത് ഒന്ന്, അവരുടെ തറവാട് നിങ്ങൾ നോക്കണം. തറവാട് നോക്കേണ്ടത് തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരിക്കലും ഇതിനെതിരല്ല. അതായത് അതുമാത്രം നോക്കരുത് എന്നാ പറഞ്ഞത്. കല്യാണം കഴിക്കുമ്പോൾ അടിമത്വമുള്ള തറവാടാണോ, ദോഷമുക്തിയുള്ള കുടുംബമാണോ എന്ന് പറഞ്ഞാൽ അവർക്ക് നിസ്കാരമെന്നോ നോമ്പെന്നോ മറ്റു മറ്റു ദീനിയായിരിക്കുന്ന കാര്യങ്ങളിലോ യാതൊരു താല്പര്യവുമില്ലാത്ത രീതിയിലാണെങ്കിൽ അവരെ കല്യാണം കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ബാഹ്യമായ ആന്തരികമായ ന്യൂനതകളിൽ നിന്നും മുക്തമായിരിക്കുന്ന ഭാര്യമാരെയാണ് നമ്മൾ ഇണകളായി തേടേണ്ടത്. മറ്റൊരു ഹദീസിൽ കാണാം, നന്നായി പ്രസവിക്കുന്നവളെ കല്യാണം കഴിക്കണം. തസവ്വജുൽ വദൂദൽ വലൂദ്, 2 സ്വഭാവമാണ് പറഞ്ഞത്. ഒന്ന് അൽ വദൂദ്, നല്ല സ്നേഹമുള്ള ഇണകളെ. രണ്ടാമത്തേത് പറഞ്ഞത് അൽ വലൂദ്. ഈ ഹദീസ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് ഓതിത്തരുമ്പോൾ ഉസ്താദിനോടൊരാൾ സംശയം ചോദിച്ചു. കൂട്ടത്തിൽപ്പെട്ട ഒരു കുട്ടി, ഉസ്താദേ, നമ്മൾ നല്ല സ്നേഹമുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കണം എന്ന് റസൂലുള്ള പറഞ്ഞത് നമ്മളെങ്ങനെ പരിശോധിക്കാതെ അറിയാം? ഇവള് സ്നേഹമുള്ളവളാണോ അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത്യാവശ്യം ഒരു പ്രേമമൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നതല്ലേ നല്ലത് എന്ന് ഉസ്താദിനോട് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു, അതിൻ്റെ ബാക്കി വായിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അൽ വലൂദ്, നല്ല പ്രസവിക്കുന്ന സ്ത്രീകൾ, അതെങ്ങനെയാ മനസ്സിലാക്കാന്ന് ചോദിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാമല്ലോ, അവരുടെ കുടുംബത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ഏറെക്കുറെ അവരുടെ പാരമ്പര്യത്തെ നമുക്ക് നിർണയിക്കാൻ കഴിയും. റസൂൽ ഉസ്താദ് പറഞ്ഞു, എന്നാൽ അങ്ങനെ തന്നെയാ അൽ വദൂദിനെയും മനസ്സിലാക്കുക. ഇവരുടെ സ്വഭാവം അവരുടെ കുടുംബത്തെ അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അവരുടെ ഇടപെടൽ എങ്ങനെയാണ്, അവരുടെ മാതാക്കളുടെ ഇടപെടൽ എങ്ങനെയാണ്, അവരുടെ പിതാക്കന്മാരുടെ ഇടപെടൽ എങ്ങനെയാണ്. അതുപോലെ മറ്റൊരു നിബന്ധനയാണ് കല്യാണം ഉദ്ദേശിക്കുന്നവർ പരസ്പരം കാണുക എന്ന് പറയുന്നത്. ഇതൊക്കെ കേവലമായ ഒരാചാരമായി അനുഷ്ഠിക്കപ്പെടാറുള്ളതാണെങ്കിലും ഇതൊക്കെ ദീനിന്റെ സുന്നത്താണ് എന്നെൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. ഇദാ ഖതബ അഹദുകുമുൽ മർആ, നിങ്ങളൊരു സ്ത്രീയെ കല്യാണം ആലോചിക്കുമ്പോൾ ഫഇൻ ഇസ്തത്വാഅ അൻ യൻദുറ മാ യദ്ഉഹു ഇലൻ നിക്കാഹ്, ആ വൈവാഹിക ജീവിതത്തിലേക്ക് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒന്ന് അവളിലുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാൻ സാധ്യമായാൽ അവനത് ചെയ്യട്ടെ. സയ്യിദുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ നിഷ്കർഷിക്കുന്ന കാര്യം, ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ ഒന്നുകിൽ നേരിട്ടോ അതല്ലെങ്കിൽ അവൾ അറിയാതെയോ അവളുടെ മുഖത്തേക്കും അവളുടെ മുൻകൈയിലേക്കും നോക്കാവുന്നതാണ്. അങ്ങനെ നോക്കൽ അനിവാര്യവുമാണ്.
വിഷയമാണ്. മുഗീറ റളിയല്ലാഹു അൻഹു ഒരു പെണ്ണിനെ കല്യാണം ആലോചിച്ച വിവരം റസൂലിനോട് പറഞ്ഞപ്പോൾ ഹബീബായ റസൂലുള്ള ചോദിച്ചു, മുഗീറ, ആ പെൺകുട്ടിയെ നീ കണ്ടോ? അനളർത ഇലൈഹാ, നീ അവളിലേക്ക് നോക്കിയോ? ഖാലല, ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ പറഞ്ഞു, ഉൻദുർ ഇലൈഹാ, നീ അവളെ പോയി നോക്കണം. ഫഇന്നഹു അഹ്റാ അയ്യുദമ ബൈനകുമാ, ആ കാണൽ നിങ്ങൾക്കിടയിൽ ഇണക്കം വർദ്ധിക്കാനുള്ള ഏറ്റവും വലിയ കാരണമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഒരു ചര്യയാണ്, ഇതൊക്കെ ഒരു സുന്നത്താണ് എന്ന് കരുതിയിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി നമ്മളുടെ മക്കളുടെയൊക്കെ കല്യാണ സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. തുടക്കത്തിൽ തന്നെ ആ ഒരു ഹറാമിൻ്റെയും നിഷിദ്ധമായ കാര്യങ്ങളുടെയും അടിസ്ഥാനമുണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ ഭാവിയിൽ നന്മകൾ ഉണ്ടാവില്ല. കല്യാണത്തിന് പെണ്ണിനെ കാണാൻ പോകുമ്പോൾ തന്നെ വരനും അവൻ്റെ കൂട്ടുകാരും എല്ലാവരും കൂടെ പോവുക, എന്നിട്ട് എല്ലാവരും കൂടെ സെലക്ട് ചെയ്യുക. ഇതൊന്നും ദീനിൻ്റെ കാര്യമല്ല, ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ ദീന് പടച്ചോന് പറഞ്ഞതനുസരിച്ച് ആ രീതിയിലുള്ള അന്വേഷണങ്ങളും ആ രീതിയിലുള്ള കാര്യങ്ങളും നമ്മൾ നടപ്പിലാക്കുക. പരസ്പരം ഉള്ള കുറ്റങ്ങൾ മറച്ചു വെക്കാൻ പാടില്ല. ഇന്ന് പലപ്പോഴും പല വിവാഹമോചനങ്ങളും നടക്കുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാരണമായി നമുക്ക് കാണുവാൻ കഴിയുന്നത് അവർ കുറ്റങ്ങൾ മറച്ചു വെക്കുന്നു എന്നതാണ്. മറച്ചു വെക്കാൻ പാടില്ല. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, സുഹൈബ് റളിയല്ലാഹു അൻ, രണ്ടാളുകളും കല്യാണം അന്വേഷിക്കുമ്പോൾ അവരുടെ ചരിത്രം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അവർ രണ്ടുപേരും കല്യാണം അന്വേഷിക്കുന്ന വീട്ടിലേക്ക് പോയി അവരോട് തങ്ങളുടെ പൂർവ്വ ചരിത്രങ്ങൾ മുഴുവൻ പറഞ്ഞു. ഞങ്ങൾ ദുർമാർഗികളായിരുന്നു, ഞങ്ങൾ അടിമകളായിരുന്നു, അള്ളാഹു ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകി, അതുകൊണ്ട് ഞങ്ങൾ ഈ രൂപത്തിലായി, ഞങ്ങളുടെ പഴയ അവസ്ഥ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് തങ്ങളുടെ അവസ്ഥകൾ മുഴുവൻ വിവരിച്ചു കൊടുത്തതായി നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് പലപ്പോഴും രോഗങ്ങൾ മറച്ചു വെക്കും, അതല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒരു വിവരം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വിവാഹ ജീവിതം തകർന്നു പോകുമെന്ന് ഉറപ്പുള്ള ചില കാര്യങ്ങളുണ്ടാവും. ഇത്തരം വിഷയങ്ങളൊക്കെ മറച്ചു വെച്ച് കഴിഞ്ഞാൽ സംതൃപ്തിയോടുകൂടെയുള്ള ജീവിതം ഒരുപക്ഷെ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തിയത്, ഫൾഫർ ബിദാത്തിദ്ദീൻ, എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ഇണകളിൽ ദീനുണ്ടാവുക എന്നുള്ളതാണ്. ദീനുള്ള പെൺകുട്ടികളെ കൊണ്ട് നീ വിജയിക്കണേ. ദീനുള്ള കുടുംബത്തിൽ കലഹമുണ്ടാവുകയില്ല. ലാ യഫ്റഖ് മുഅ്മിനുൻ മുഅ്മിനതൻ, ഒരു മുഅ്മിനും ഒരു മുഅ്മിനിനെയും ഒരു മുഅ്മിനത്തിനെയും ഒരിക്കലും ചൊറിയാൻ പാടില്ല എന്നാണ്. അവനെ കലഹത്തിൻ്റെ രൂപത്തിലേക്ക് എത്തിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടോ മറ്റോ പ്രയാസപ്പെടുത്താൻ പാടില്ല. നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ, ഏതെങ്കിലും ഒരു സ്വഭാവത്തിൽ നമുക്കൊരു ചെറിയ വെറുപ്പുണ്ട് എങ്കിൽ മറ്റൊരു തൃപ്തിപ്പെടുന്ന സ്വഭാവം ആ വ്യക്തിയിൽ ഉണ്ടാകും എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതായി, അപ്പോൾ ഒന്ന് ദീനുള്ളവളാവുക. രണ്ടാമതായി നിങ്ങളുടെ മേലിൽ നിർബന്ധമായ ഒരു കാര്യമാണ് ഭർത്താവിൻ്റെ ആജ്ഞാനുവർത്തിയാവുക. അതിൽ തർക്കമില്ല. ഇത് സ്വാതന്ത്ര്യത്തിനെതിരല്ല, ഇത് പ്രകൃതിക്ക് അനുകൂലമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടല്ല, പക്ഷേ പലരും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ്, പെണ്ണിൻ്റെ സ്വാതന്ത്ര്യത്തിനെതിരാണ് പടച്ച തമ്പുരാന്റെ ഈ ദീനിന്റെ കാര്യമെന്ന് പറയുന്നത്. അല്ല, ഇത് അള്ളാഹുവിൻ്റെ ദീൻ പെണ്ണിന് നൽകുന്ന ആശ്വാസമാണ്, സ്ത്രീക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണ്, അവൾക്ക് നൽകുന്ന സൗകര്യങ്ങളാണ്. ഒരു സ്ത്രീയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അവൾ ചെറുപ്പത്തിൽ പുരുഷനെ പോലെയല്ല, അവളുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ആ തണലിൽ അവരുടെ എല്ലാ കാര്യങ്ങളും. അത് പിന്നെ ആൺകുട്ടികൾക്കും അങ്ങനെയാന്ന് നോക്കാം. പിന്നെ നിങ്ങൾ നോക്കൂ, രണ്ടാമത് ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ്, അത് പടച്ചോൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. മൂന്നാമതായി
അവരുടെ മക്കളുടെ ഉത്തരവാദിത്തം എത്രത്തോളം എന്നറിയോ? അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്. എല്ലാറ്റിനും പുറമെ അല്ലാഹു തആല ഇവർക്ക് വലിയ സ്വത്തവകാശം നൽകി. മക്കൾ മരിച്ചാൽ, ഭർത്താവ് മരിച്ചാൽ, മാതാപിതാക്കൾ മരിച്ചാൽ അതിൽ നിന്നൊക്കെ ഓരോഹരി സ്വത്തവകാശം. ഇത് സ്വാതന്ത്ര്യമാണോ? അതോ സ്വാതന്ത്ര്യക്കുറവാണോ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ആജ്ഞാനുവർത്തി ഫസ്സാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽ ഗൈബ്. ഫസ്സാലിഹാതു ഉത്തമരായ സ്ത്രീകൾ. നമ്മുടെ വിഷയം അതാണല്ലോ, നല്ല ഭാര്യ. അതാരാണ്? ഖാനിതാത്ത്. അവർ അനുസരണശീലമുള്ളവരാണ്. അവർ തൻ്റെ ഭർത്താവ് ദീനിന്റെ കാര്യങ്ങൾക്കനുസൃതമായി ജീവിക്കുന്ന ഒരാളാണ് എങ്കിൽ തൻ്റെ ഭർത്താവിനൊരിക്കലും എതിരാകാത്തയാളാണ്. റസൂലുള്ള ചോദിച്ചു, നബിയോട് ചോദിച്ചു, നബിയേ അയ്യുന്നാസി അഅളമു ഹഖ്ഖൻ അലൽ മർഅ. ആയിഷ ബീവി ചോദിക്കുകയാണ്, നബിയേ ഒരു പെണ്ണിന് ഏറ്റവും വലിയ കടപ്പാടുള്ളതാരോടാണ്? നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ഇത് വളരെ ഗൗരവമാണ്. ഇത് അള്ളാഹുവിൻ്റെ ദീന് കൽപ്പിക്കുന്ന കാര്യമാണ്. പെണ്ണിന് ബാധ്യതയുള്ളത് ഉമ്മയോടല്ല, പെണ്ണിന് ബാധ്യതയുള്ളത് ഉപ്പയോടല്ല. പെണ്ണിന് ബാധ്യതയുള്ളത് ദീന് പറയുന്നത് സൗജുഹാ, അവളുടെ ഭർത്താവിനോടാണ്. ആയിഷ ബീവി വീണ്ടും ചോദിച്ചു, നബിയേ ഫഅയ്യുന്നാസി അഅളമു ഹഖ്ഖൻ അലർ റജുലി. ആർക്കാണ് പുരുഷന്റെ മേലിൽ ഏറ്റവും വലിയ ബാധ്യതയുള്ളത്? ആർക്കാണ്? അപ്പോൾ പറഞ്ഞു നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, പുരുഷന് ഏറ്റവും വലിയ ബാധ്യത ആരോടാന്നറിയോ? ഉമ്മുഹു, അവന്റെ ഉമ്മയോടാണ്. പുരുഷന്റെ മനസ്സ് അവൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണല്ലോ. അങ്ങനെയല്ലേ നമ്മളൊക്കെ നമ്മുടെ ജീവിതം അതിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായി, നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം, അതിൻ്റെ ക്രമീകരണം പുരുഷന്മാരെ ആർക്ക് വേണ്ടിയാണ് നമ്മൾ സമർപ്പിച്ചിട്ടുള്ളത്? നമ്മുടെ ഇണകൾക്ക് വേണ്ടിയല്ലയോ? അവരല്ലേ നമ്മെ പ്രോത്സാഹിപ്പിച്ചത്? അവര് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതുകൊണ്ടല്ലേ മനുഷ്യരായ നമുക്ക് സമ്പാദ്യശീലമുണ്ടായത്? അതുകൊണ്ടല്ലേ നമ്മൾ ജോലി ചെയ്യുന്നവരായത്? അവര് കാരണത്താലല്ലേ, അതിൽ സംശയമില്ല. വഅൻകിഹുൽ അയാമാ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും. നിങ്ങൾ കല്യാണം കഴിക്കാത്തവരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. വിഭാര്യരായ പുരുഷന്മാരെയും ഭർത്താക്കന്മാരില്ലാത്ത കല്യാണം കഴിക്കാത്ത സ്ത്രീകളെയും നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കണം. ഇയകൂനൂ ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫളിഹി. അവർ ദരിദ്രരാണ് എങ്കിൽ ചില ആളുകൾ പറയും കുറച്ച് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാം, പൈസ വരട്ടെ, അതാവട്ടെ ഇതാവട്ടെ. അല്ല, അവർ ദരിദ്രരാണ് എങ്കിൽ അല്ലാഹു തആല അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് ധനം കൊടുക്കാം, അവർക്ക് സമ്പന്നത കൊടുത്തേക്കാം. എന്നതുകൊണ്ട് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ഒരു ഉത്തരവാദിത്തം പുരുഷന്മാർക്ക് നൽകിയിരിക്കുകയാണ്. ആ ഒരു സമർപ്പണം, ആ ഒരു സ്നേഹമനോഭാവം, ആ ഒരു സാന്ത്വനം, അത് തിരിച്ച് നൽകൽ ബാധ്യതയാണ്. അവന്റെ കൽപ്പനകൾ അനുസരിക്കൽ ബാധ്യതയാണ്. ദീനിനെതിരല്ലാത്ത, ശറഇനെതിരായത് അനുസരിക്കാൻ പാടില്ല. അങ്ങനെയാണ്. അവിടെയാണ് മഹദിയായ ഹസിയ ബീവി റളിയല്ലാഹു അൻഹാ പ്രസിദ്ധയാകുന്നത്. ഇദ് ഖാലത് റബ്ബി ഇബ്നി ലീ വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. ഫിർഔനിന്റെ ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹാ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്കും വലിയ പാഠമാകുന്നു. എന്താണ് പാഠം? ഇദ് ഖാലത്, അവർ അല്ലാഹുവിനോട് പറയുന്നത് എന്താ? റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ,
നിന്റെ അവിടെ നിന്ന് നിന്റെ സ്വർഗത്തിൽ എനിക്കൊരു വീട് നീ നൽകണമേ. എന്തേ കാര്യം? ഭർത്താവായ ഫറോവ നിർബന്ധിച്ചു, നീ മൂസായെ തള്ളിപ്പറയണം, നീ എന്നെ ആരാധിക്കണം, ഞാനാണ് നിന്റെ റബ്ബ് എന്ന് നീ പറയണം. മഹാനായ മൂസ അലൈഹിസ്സലാമിൽ വിശ്വസിച്ചത് കാരണത്താൽ മഹതിയായ ആസിയ ബീവിയെ ക്രൂരമായി മർദ്ദിച്ചു. ശരീരത്തിൽ നിന്ന് വസ്ത്രമെല്ലാം ഉരിഞ്ഞു മാറ്റി, ശരീരം പഴുത്ത മണലാരണ്യത്തിൽ കിടത്തി. അതും പോരാഞ്ഞ് ചുട്ടുപഴുത്ത ചെമ്പിന്റെ വലിയ പലകകൾ കൊണ്ടുവന്ന് അതിൽ മലർത്തിക്കിടത്തിയിട്ട് മഹതിയായ ആസിയ ബീവിയെ ക്രൂരമായി മർദ്ദിക്കുകയാണ്, ക്രൂരമായി പീഡനങ്ങൾക്ക് വിധേയാക്കുകയാണ്. ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും മഹതിയായ മറിയം റളിയല്ലാഹു മഹതിയായ ആസിയ ബീവിയെ ആണിയടിച്ച ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തു നിന്നും രക്തമിങ്ങനെ ചാലിട്ടൊഴുകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസി സമൂഹമേ, മഹതിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കലും അതനുസരിക്കുന്നില്ല, അതനുസരിക്കേണ്ടതില്ല. നിന്റെ ഭർത്താവ് നീ തലയിൽ മുണ്ടിടല്ലേ എന്ന് പറഞ്ഞാൽ അതനുസരിക്കേണ്ടതില്ല. നിന്റെ ഭർത്താവ് നിന്റെ ശരീരത്തിനെ വല്ലാത്ത അലങ്കൃതമാക്കുന്ന മോശമായ വസ്ത്രം ധരിക്കാൻ പറഞ്ഞാൽ നീ അതനുസരിക്കേണ്ടതില്ല. നിന്റെ ഭർത്താവ് ളുഹറും അസ്റും ഒക്കെ ഖളാ ആക്കി ഒരു ടൂർ പോകാൻ പറഞ്ഞാൽ നീ അതനുസരിക്കേണ്ടതില്ല. അതേ സമയത്ത് നിന്റെ ഭർത്താവ് നിന്നെ കൊണ്ട് യാത്ര കൊണ്ടുപോവുകയാണ്, നിന്റെ ഭർത്താവ് നിനക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്, ഒരിക്കലും നിസ്കാരം ഖളാ ആകില്ല, ഒരിക്കലും തെറ്റായ രീതിയിൽ ഈ യാത്രയിലൊന്നും സംഭവിക്കില്ല. അങ്ങനെയുണ്ട് എങ്കിൽ അവനെ അനുസരിക്കൽ അനിവാര്യമാണ്. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഒരു ചെറുപ്പക്കാരൻ യാത്ര പോവുകയാണ്. യാത്ര പോകുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ വീടിൻ്റെ 2ാം നിലയിൽ അവിടെ ഇരിക്കുകയാണ്, വീടിൻ്റെ അപ്സ്റ്റെയറിൽ ഇരിക്കുകയാണ്, അവിടെയാണ് അവർ താമസിക്കുന്നത്. ഇയാൾ പറഞ്ഞു, പെണ്ണേ, ഞാൻ തിരിച്ചു വരുന്നത് വരെ നീ താഴേക്ക് ഇറങ്ങാൻ പാടില്ല, ഇതെൻ്റെ കർശനമായ കൽപ്പനയാണ്. അയാൾ പോയപ്പോൾ ഫമാത അബൂഹാ, ഈ പെണ്ണിൻ്റെ ഉപ്പയങ്ങ് മരിച്ചുപോയി. ഈ പെണ്ണ് ഒരാളെ പറഞ്ഞയച്ചു, നബിയേ ഞാൻ താഴേക്ക് ഇറങ്ങിക്കൊള്ളട്ടെയോ, എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയിരിക്കുന്നു. റസൂലുള്ള പറഞ്ഞു, വേണ്ട പെണ്ണേ, നീ നിന്റെ ഭർത്താവിന് വഴിപ്പെടേണ്ടവളാണ്. അങ്ങനെ രോഗിയാകുമ്പോൾ പറഞ്ഞു, അയാൾ മരിച്ചപ്പോഴും അത് തന്നെ പറഞ്ഞു. ഈ പെണ്ണിങ്ങനെ കാണുകയാണ്, തൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ മയ്യിത്തുമായി ആളുകൾ ഇങ്ങനെ നടന്നു പോകുന്നു. ജന്നത്തുൽ ബഖീഇൽ മറമാടി നബിയും സ്വഹാബികളും തിരിച്ചു പോകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഒരു സ്വഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ആ പെണ്ണിൻ്റെ അടുക്കലേക്ക് നീ ചെന്നിട്ട് നീ പറയ്, ഇന്നല്ലാഹ ഖദ് ഗഫറ ലി അബീഹാ ബിത്വാഅതിഹാ ലിസൗജിഹാ. തൻ്റെ ഭർത്താവിന് പൂർണ്ണമായും അനുസരിച്ചത് കാരണത്താൽ അല്ലാഹു തആല ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ഉപ്പായുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരിമാരെ, ഭർത്താവ് നല്ല യുവാവാകുമ്പോൾ മാത്രമല്ല, അങ്ങനെയാ നമ്മൾ പലപ്പോഴും കരുതുന്നത്, നമുക്ക് അല്ലാഹു തരുന്നത് വലിയ കൂലിയാണ് കേട്ടോ. നിങ്ങളുണ്ടാക്കുന്ന ഭക്ഷണത്തിന് പകരം, നിങ്ങളുണ്ടാക്കുന്ന ആഹാരത്തിന് പകരം, നിങ്ങൾ വീട് വൃത്തിയാക്കുന്നതിന് പകരം, നിങ്ങൾ ആ വീട്ടിൽ ചെയ്യുന്ന എല്ലാ ഖിദ്മത്തുകൾക്കും പകരം അല്ലാഹു തആല ഒരുക്കിയിരിക്കുന്നത് വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. കാരണം എന്താ? പറഞ്ഞാൽ തീരാത്ത കടപ്പാടാണ്. ഞാൻ കഴിഞ്ഞ വർഷം നല്ല ഭർത്താവിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ് ഇനി നമ്മളുടെ കടമകൾ ഞാൻ പറയാത്തത്. ഇത് പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ കടമകളാണ്. നബി പറയുന്നത് നോക്കൂ നിങ്ങൾ. ഒരിക്കൽ ഒരു അഅറാബി നബിയുടെ അടുക്കൽ വന്നു. നബിയോട് തോന്നിയതിങ്ങനെ ചോദിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? മുഹമ്മദേ, നിന്നിൽ ഞാൻ വിശ്വസിക്കണോ? ആ കാണുന്ന മരമുണ്ടല്ലോ, ആ മരം ഇങ്ങോട്ട് വരാൻ നീ പറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയോട് പറഞ്ഞു, മോനെ, നീ പോയിട്ട് ആ മരത്തോട് പറ,
യദ്ഊക മുഹമ്മദുൻ, സ്വലാത്ത് ചൊല്ലൂ, യദ്ഊക മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി നിന്നെ വിളിക്കുന്നുണ്ട് എന്ന് ആ മരത്തോട് നീ പറയൂ. ഇയാൾ ചെന്നിട്ട് ആ മരത്തോട് പറയേണ്ട താമസം, ജാഅത് ലീ ദഅവതിഹിൽ അസ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി മൗലായ സല്ലി വസൽ ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഈ മരത്തോടയാൾ ചെന്ന് പറയേണ്ട താമസം, ആ മരം വലത്തോട്ട് ചെരിഞ്ഞു, ഇടത്തോട്ട് ചെരിഞ്ഞു. ആ മരം ഇങ്ങനെ ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക് നടന്നു വരുന്നത് പോലെ നടന്നു വന്ന് നബിയുടെ മുമ്പിലെത്തിയപ്പോൾ സ്വഹാബികളുടെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ മരം പറയുന്നത് ജനങ്ങൾ കേട്ടു. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് താജ്ദാറെ ഹറം നിഗാഹെ കറം हम गरीबों के दिन भी सबर जाएंगे हादिए बेकसा क्या कहेगा जहां आपके दर से खाली അഗർ ജായെങ്കേ. ഇരു ലോകത്തിൻ്റെയും ചക്രവർത്തിയാണല്ലോ, നമ്മുടെ സർവരുടെയും അഭയമാണല്ലോ. മുത്തുനബിയുടെ മുമ്പിൽ പോയി അവിടുത്തെ ആ പരിശുദ്ധമായ ഉമ്മറപ്പടിയിൽ നമ്മൾ പോയി നിൽക്കുമ്പോ നിങ്ങളെ ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കെങ്ങോട്ടും പോകാനില്ലല്ലോ. മരം നബിയോട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞു. എന്നിട്ട് ആ സ്വഹാബിയോട് പറഞ്ഞു, ആ അറാബിയോട് പറഞ്ഞു, ഇനി നീ പറ മരമേ, നീ പൊക്കോ. മരം തിരിച്ചുപോയി, അതേ സ്ഥാനത്ത് തന്നെ നിന്നോ. ഈ അറാബി വല്ലാതെ സ്തബ്ധനായി പോയി. നബിയോട് ചോദിച്ചു, നബിയേ, അങ്ങയുടെ കൈകളിലും അങ്ങയുടെ തലയുടെ മുകളിലും ഞാനൊന്ന് ചുംബിക്കട്ടെയോ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ കൈ പിടിച്ചു, അയാൾ ചുംബിച്ചു. നബിയുടെ കാല് പിടിച്ചു, നബിയുടെ തല പിടിച്ചു, അയാൾ ചുംബിച്ചു. എന്നിട്ട് അയാൾ ചോദിച്ചു, നബിയേ അതഅ്ദനു ലീ അൻ അസ്ജുദ ലക, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് സുജൂദ് ചെയ്യട്ടെയോ നബിയേ? അത് പാടില്ല മോനെ. ലൗ അമർതു അഹദൻ, ഞാൻ ആരോടെങ്കിലും കൽപ്പിക്കുകയായിരുന്നെങ്കിൽ, അയ്യസ്ജുദ ലി അഹദിൻ, മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യണമെന്ന് ഞാൻ ആരോടെങ്കിലും കൽപ്പിക്കുകയായിരുന്നെങ്കിൽ, ല അമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ, പെണ്ണിനോട് അവളുടെ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. പക്ഷേ ഞാനത് കൽപ്പിച്ചിട്ടില്ല. കാരണം അല്ലാഹുവല്ലാത്തവർക്കത് പാടില്ല. നബിയുനാ മുഹമ്മദ് മുസ്തഫ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. വീട്ടിൽ ദീനിന്റെ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക. വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയാ, ഭർത്താവ് സലാം പറയാ, ഭാര്യ സലാം മടക്കുക. നല്ല കാര്യങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ റസൂല് പറയാണ്, ഞാൻ നരകത്തിലേക്ക് എത്തി നോക്കിയപ്പോൾ ഫഇദാ അക്സറ അഹ്ലിഹൻ നിസാ, അതിലെ അധികം ആളുകളും പെണ്ണുങ്ങളായിരുന്നു. ഫഖുൽതു, ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് റസൂലേ, എന്തുകൊണ്ടാണ് പടച്ചോനെ ഇങ്ങനെ പെണ്ണുങ്ങൾ ധാരാളമായിട്ട് സ്വർഗത്തിലുള്ളത്, ധാരാളമായിട്ട് നരകത്തിലുള്ളത്? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, യക്സുർനൽ ലഅന, എല്ലാ കാര്യങ്ങളിലും അവർ ശാപവാക്കുകളെ അധികരിപ്പിക്കുന്നവരാണ്, അവർ സംതൃപ്തി കുറഞ്ഞവരാണ്. മറ്റൊന്നോ വയക്ഫുർനൽ അശീർ, അവർ ഭർത്താവിനോട് നന്ദികേട് കാണിക്കുന്നവരുമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹുസൈൻ ഇബ്നു മിഹ്സൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സഹോദരി, അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ സഹോദരി റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നപ്പോൾ നബി തിരുമേനി ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾക്ക് ഭർത്താവുണ്ടോ? അപ്പോൾ പറഞ്ഞു, അതേ ഭർത്താവുണ്ട്. നബി പറയാണ്, ഹുവ ജന്നതുക വനാറുക, നിന്റെ ഭർത്താവ് നീ സ്വർഗത്തിൽ കടക്കാൻ കാരണക്കാരനാണ്, അതല്ലെങ്കിൽ നിന്റെ ഭർത്താവ് നീ നരകത്തിൽ കടക്കാൻ കാരണക്കാരനാണ്.
എന്താണ് നിന്റെ ഭർത്താവിനോടുള്ള നിന്റെ സമീപനം? അപ്പോൾ പറഞ്ഞു, നബിയെ, ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ ഭർത്താവിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്തഫാദൽ മുഅ്മിനു ബഅദ തഖ്വല്ലാഹ്. ഒരു മുഅ്മിന് അല്ലാഹുവുമായുള്ള തഖ്വ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന് കിട്ടുന്ന ഏറ്റവും വലിയ ഉപകാരം ഏതാണ്? ഹബീബ് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മിൻ സൗജത്തിൻ സ്വാലിഹ, നല്ല ഒരു പെണ്ണിനെ കിട്ടലാണ്. എന്താണ് ആ നല്ല പെണ്ണിന്റെ സ്വഭാവം എന്നറിയോ? ഇൻ അമറഹാ അത്വാഅതുഹു, കൽപ്പിച്ചാൽ ആ കൽപ്പനയെ അനുസരിക്കും. വഇൻ നളറ ഇലൈഹാ സറതുഹു, അവളിലേക്ക് നോക്കിയാൽ അവനെ സന്തോഷിപ്പിക്കും. വെറുതെ ഇങ്ങനെ നോക്കിയാൽ തന്നെ പൂമുഖവാതിൽക്കൽ സ്വപ്നം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ എന്ന് പഴയ കാലത്ത് പാടിയതല്ല, അതതിനു മുമ്പേ പറഞ്ഞതാണ്. വഇൻ നളറ ഇലൈഹാ സറതുഹു വഇൻ അഖ്സമ അലൈഹാ അബറതുഹു, അവൾക്ക് ഗുണം ചെയ്യും, അവൾ ഗുണം ചെയ്യും. വഇൻ ഗാബ അൻഹാ, ഭർത്താവ് യാത്രയായാൽ, എൻ്റെ സഹോദരിമാരെ, ഭർത്താവ് ഗൾഫിലുള്ളവരുണ്ടാകും, പ്രവാസികൾ ഉണ്ടാവും. നമുക്ക് ആ പ്രവാസത്തിൻ്റെ നൊമ്പരങ്ങൾ കാണാൻ അവസരം കിട്ടില്ല, നമ്മുടെ മക്കൾക്കും അതിന് അവസരം കിട്ടില്ല. എൻ്റെ നാട്ടിലൊക്കെ പൊതുവെ അങ്ങനെയാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരുപാട് കാലം വാപ്പമാര് ഗൾഫിൽ പോയി നിൽക്കും. എനിക്ക് തന്നെ അനുഭവമാണ്. എൻ്റെ ഉപ്പ ഗൾഫിൽ പോയിട്ട് 3 കൊല്ലം കഴിഞ്ഞാൽ, 2 കൊല്ലം കഴിഞ്ഞാലാണ് എൻ്റെ വാപ്പ നാട്ടിലേക്ക് വരാറുള്ളത്. ഇപ്പോഴാണ് നമുക്കൊക്കെ അതിൻ്റെ ഒരു വേദന, അതിൻ്റെ ഒരു ഖേദം വല്ലാതെ തോന്നിപ്പോകുന്നത്. അന്നൊക്കെ അങ്ങനെയുള്ളവർക്ക്, അതല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലി ചെയ്യുന്നവർക്ക്, കച്ചവടക്കാരായ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരുണ്ടാകും. എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് വീട്ടിൽ വരും, രാവിലെ അവർ വീട്ടിൽ നിന്ന് പോവുകയും ചെയ്യും. കുട്ടികൾക്കൊക്കെ വാപ്പ വെറും ഒരു കച്ചവടക്കാരൻ, ഒരു ദിവസം പോലും ഒഴിവില്ല. പക്ഷേ അവരുടെ കഷ്ടപ്പാടിനെ കുറിച്ച്, അവരുടെ വേദനകളെ കുറിച്ച്, അവരുടെ വേവലാതികളെ കുറിച്ച് നമ്മൾ ഓർക്കാറില്ല. ഒരു പ്രിയപ്പെട്ട സഹോദരൻ, അദ്ദേഹത്തെ പഠിച്ച് എഞ്ചിനീയറായ ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. എഞ്ചിനീയറായി വാപ്പ കഷ്ടപ്പെട്ട് ദുബൈയിൽ ഒരു ജോലി നേടിക്കൊടുത്തിട്ട് ഇവൻ വല്ലാത്ത സങ്കടമായി. കാരണം സംസാരിക്കാൻ പരിചയക്കാരില്ല. വാപ്പ എന്നെ കൊണ്ടുവന്ന് പരീക്ഷിച്ചതാണ് എന്ന് കരുതി. പ്രിയപ്പെട്ട ഉപ്പ എന്നെ ബുദ്ധിമുട്ടിച്ചതാണോ? ആ ഉപ്പയുമായിട്ട് വലിയ ഒരു മാനസികമായ അടുപ്പമില്ല. അങ്ങനെ ഉപ്പ നിൽക്കുന്ന സ്ഥലം തൻ്റെ കൂട്ടുകാരൻ്റെ വാഹനത്തിൽ പോകുമ്പോൾ, തൻ്റെ സഹോദരൻ്റെ വാഹനത്തിൽ പോകുമ്പോൾ, കുറേ ദൂരെ അങ്ങാടിയിൽ നിന്നൊക്കെ, ടൗണിൽ നിന്നൊക്കെ എത്രയോ അപ്പുറത്ത് വിപുലമായ വിശാലമായ ഒരു ലേബർ ക്യാമ്പ്. ഈ ലേബർ ക്യാമ്പിൽ ഉപ്പയുടെ ലോകം തൻ്റെ പ്രിയപ്പെട്ട മകൻ കാണുകയാണ്. ആളുകൾ കൂട്ടമായി താമസിക്കുന്ന ലേബർ ക്യാമ്പ്, കട്ടിലുകൾ ഇങ്ങനെ അട്ടിക്കിട്ടിരിക്കുന്ന ലേബർ ക്യാമ്പ്. 25 കൊല്ലമായി തൻ്റെ ഉപ്പ പണിയെടുക്കുന്ന, തൻ്റെ ഉപ്പ താമസിക്കുന്ന. 2-3 കൊല്ലം കഴിഞ്ഞ് തൻ്റെ അടുക്കലേക്ക് സമ്മാനങ്ങളുമായിട്ട് വരുമ്പോൾ തന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുന്ന ഉപ്പ, ഈ വേദനയാലാണ്, ഈ ഖേദത്താലാണ് ഉപ്പ കഴിഞ്ഞത് എന്ന് ഈ മോൻ അപ്പോഴാണ് അറിയുന്നത്. കുറെ കാത്തുനിന്നു. തൻ്റെ കൺപീലികളിൽ പോലും ചെളിയും പൊടിയും പുരണ്ടിട്ട് തൻ്റെ ഉപ്പ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോ ജീവിതത്തിൽ ആദ്യമായിട്ട് പൊന്നുപ്പയെ ആ മകൻ കെട്ടിപ്പിടിച്ചു വെത്രേ. രണ്ടാളും കണ്ണീരണിഞ്ഞു വെത്രേ. ഉപ്പ കണ്ണീരൊഴുക്കിക്കൊണ്ട് പറഞ്ഞു, മോനെ എന്നെ വിട്, എൻ്റെ ശരീരം മുഴുവൻ വിയർപ്പും ചെളിയുമാണ് എന്ന് പറഞ്ഞ് ഈ മകൻ തൻ്റെ ഉപ്പയോട് യാത്ര പറഞ്ഞു പോരുമ്പോ കൂട്ടുകാരൻ ചോദിച്ചു, നീ എന്താണ് നിന്റെ ഉപ്പയോട് ഞാൻ ദുബൈയിൽ നിന്ന് നാട്ടിലേക്ക് പോവുകയാണെന്ന് പറയാത്തത് എന്ന്. മകൻ പറഞ്ഞു വെത്രേ, പോകുന്നുണ്ട്, പക്ഷേ ഞാനല്ല, എൻ്റെ ഉപ്പ പോവുകയാണ്. എൻ്റെ ഉപ്പ ഇനി ഇവിടെ ഒരു ദിവസം പോലും നിൽക്കണ്ട, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ തീരുമാനമാക്കി എടുത്തിരിക്കുകയാണ് എന്നതുപോലെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ. അവർ ജോലിക്കാരായിരിക്കും, അവർ ഓട്ടോ ഓടിക്കുന്നവരായിരിക്കും, അവരുദ്യോഗസ്ഥന്മാരായിരിക്കും. നമ്മൾ കരുതും അവർക്ക് എന്ത് കഷ്ടപ്പാടാണ്. ആ കഷ്ടപ്പാടും വേവലാതിയും ഒന്നും നിങ്ങളെ അറിയിക്കാതെ എല്ലാ സങ്കടങ്ങളും ഉള്ളിൽ
ഒഴിച്ച് പലപ്പോഴും പരുക്കൻ ഭാവത്തോടുകൂടെ നിങ്ങളോടിടപെടുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരുണ്ടല്ലോ, അവർ നിങ്ങളിൽ നിന്നില്ലാതെയായാലും പോയാലും അവരുടെ കാര്യത്തിൽ നിങ്ങൾ ഗുണമാഗ്രഹിക്കണേ എന്നതാണ് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിനെ അതിരറ്റ് സ്നേഹിക്കുക, ആ സ്നേഹത്തിന് മാനദണ്ഡമില്ല. ആയിഷ ബീവിയുടെ സ്വഭാവം അതായിരുന്നു, മഹദിയായ ഖദീജ ബീവിയുടെ സ്വഭാവം അതായിരുന്നു. ഇദാ ദഅ റജുലു ഇംറഅതഹു ഇലാ ഫിറാശി, തൻ്റെ ഭർത്താവ് വിഷയാസക്തനായി കാമവികാരത്തോടെ തൻ്റെ ഭാര്യയെ വിരിപ്പിലേക്ക് വിളിച്ചാൽ, അവൾ വിസമ്മതം പ്രകടിപ്പിച്ചാൽ, ഭർത്താവിന് അവളോട് ക്രോധമുണ്ടായാൽ, ദേഷ്യമുണ്ടായാൽ, ലഅനത്തുഹൽ മലായിക ഹത്താ തുസ്ബിഹ, പ്രഭാതം വരെ അല്ലാഹുവിൻ്റെ മലക്കുകൾ അവളെ ശപിച്ചു കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങൾക്കിടയിൽ നീ സ്നേഹം നിലനിർത്തണേ തമ്പുരാനെ. സമയം അവസാനിക്കാൻ പോകുന്നത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുക. ഭർത്താവ് ദേഷ്യപ്പെടുമ്പോൾ അതേ നാണയത്തിൽ ദേഷ്യപ്പെടുകയല്ല. പ്രത്യേകിച്ച് പ്രായമേറിയ ഭർത്താക്കന്മാർ, അവരുടെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും. അപ്പൊ നമ്മൾ ഒരു ഊന്നുവടിയായി, അയാൾക്കൊരു ഊന്നുവടിയായി, അയാൾക്കൊരു തണലായി, മറ്റൊരു പ്രതീക്ഷയും നമുക്കില്ല. അള്ളാഹുവിൻ്റെ സ്വർഗം കിട്ടാൻ അത് തന്നെയാണ് മാർഗം. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അലാ, റസൂൽ ചോദിച്ചു, ഉഖ്ബിറുക്കും ബിനിസാഇൻ ഫിൽ ജന്ന, സ്വർഗത്തിലുള്ള സ്ത്രീകളെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? അപ്പോൾ പറഞ്ഞു, അതെ, വദൂദുൻ വലൂദ്, നല്ല സ്നേഹമുള്ളവരും പ്രസവിക്കുന്നവരുമായ സ്ത്രീകളാകുന്നു. ഇദാ ഗളബത്, ഒന്നുകിൽ അവൾ ദേഷ്യപ്പെട്ടാൽ, ഔ ഉസീഅ ഇലൈഹാ, അല്ലെങ്കിൽ അവളോട് എന്തെങ്കിലും മോശമായിട്ട് ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് പെരുമാറ്റമുണ്ടായി, അതല്ലെങ്കിൽ ഭർത്താവ് ദേഷ്യപ്പെട്ടു, അങ്ങനെയായാൽ അവൾ തിരിച്ച് ദേഷ്യപ്പെടില്ല. ഹാദാ യദീ ഫീ യദിക്, ഇതാ എൻ്റെ കൈ, ഇതാ നിങ്ങളുടെ കയ്യിൽ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ സ്നേഹം, പ്രത്യേകിച്ച് പുതിയ തലമുറയിലുള്ള പെൺകുട്ടികൾക്കൊക്കെ ഓൺലൈൻ അവരുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്, അതൊക്കെ ഈ കാലഘട്ടത്തിൽ സ്നേഹം നിലനിർത്താൻ ഏറ്റവും സഹായകമാണ്. ചില സന്ദർഭത്തിൽ ഭർത്താവിൻ്റെ സ്വഭാവം അനുസരിച്ച് പെരുമാറാൻ കഴിയണം. ചിലപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്കിരിക്കുകയായിരിക്കും, ചിലപ്പോൾ അദ്ദേഹം ദേഷ്യത്തിലായിരിക്കും. അവിടെയൊക്കെ സ്നേഹത്തിൻ്റെ വലിയ മര്യാദകൾ പാലിച്ച് ഇടപെടണം എന്നാണ് ദീന് പറയുന്നത്. സേവനം ചെയ്യ, ഭർത്താവിന് സേവനം ചെയ്യ, ഭർത്താവിൻ്റെ അതിഥികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക, അതൊരു വലിയ കാര്യമാണ്. ഭർത്താവിൻ്റെ ഉമ്മ പ്രായമായിട്ടുണ്ടാകും, ഭർത്താവിൻ്റെ ഉപ്പ, അവർ ഒരിക്കലും നിങ്ങളുടെ സേവകന്മാരായി കാണരുത്. ചില ആളുകൾ അങ്ങനെയുണ്ട്. നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരേണ്ട ആളുകൾ, നിങ്ങൾക്ക് ആഹാരം പാചകം ചെയ്തു തരേണ്ട ആളുകൾ, ആ ഒരു സ്വഭാവത്തിൽ നമ്മൾ അവരെ കാണാൻ പാടില്ല. അൽ മുഹാഫളതു അലാ മാലി സൗജിഹാ, തൻ്റെ ഭർത്താവിൻ്റെ സമ്പത്തിൽ സംരക്ഷണം സൂക്ഷിക്കുക. ലാ തുൻഫിഖിൽ മർഅതു ശൈഅൻ, ഒരു പെണ്ണും തൻ്റെ വീട്ടിൽ നിന്നൊന്നും ചെലവഴിക്കാൻ പാടില്ല. മിൻ ബൈതി സൗജിഹാ ഇല്ലാ ബിഇദ്നി. അപ്പോൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഭക്ഷണവും ചെലവഴിക്കാൻ പാടില്ലേ? അപ്പോൾ പറഞ്ഞു, അതല്ലേ നിന്റെ ഭർത്താവിൻ്റെ സ്വത്തിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത്. എന്ന് പറഞ്ഞാൽ തൻ്റെ ഭർത്താവിൻ്റെ സംതൃപ്തി ഉണ്ടാവില്ല ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, അതല്ലെങ്കിൽ ഇവരെ ഞാൻ സ്വീകരിക്കുന്നത്. അങ്ങനെ തോന്നിയാൽ, അതല്ല എൻ്റെ വീട്ടിൽ വരുന്ന അതിഥിയാണ്, എൻ്റെ നാട്ടിലുള്ള അനാഥരാണ്, എൻ്റെ നാട്ടിലുള്ള ഇന്ന സംരംഭമാണ്, അതിലേക്ക് സ്വതക്ക ചെയ്യൽ എൻ്റെ ഭർത്താവിന് ഒരിക്കലും അസംതൃപ്തി ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് വിരോധവുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വിശദീകരിക്കുന്നില്ല. ഭർത്താവിൻ്റെ സ്വത്ത്, അവൻ്റെ വീട്, അവൻ്റെ കരണ്ട് എന്നൊക്കെ വീട്ടിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ കരണ്ട്, ഫാന്, AC, അതുപോലെയുള്ള ഓരോ ഇലക്ട്രോണിക് സാധനങ്ങൾ ഇതൊക്കെ തോന്നിയതുപോലെ ഉപയോഗിക്കുന്നവരായാൽ, ഇതൊന്നും ശ്രദ്ധയില്ലാത്തവരായാൽ നമ്മൾ നമ്മുടേത് മാത്രമല്ല നശിപ്പിക്കുന്നത്, അതൊക്കെ ഭർത്താവിനോടുള്ള ധിക്കാരമാകും. അതിൻ്റെ ഭാഗമാണ് ഭർത്താവിൻ്റെ അഭിമാനം സംരക്ഷിക്കുക. ഒരു കാരണവശാലും
നമ്മുടെ ഭർത്താവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരനാക്കരുത്. ഭർത്താവുമായിട്ടുള്ള രഹസ്യങ്ങൾ നമ്മൾ പങ്കുവെക്കരുത്. നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയമില്ലാത്തത് കൊണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ഭർത്താവിനെ സഹായിക്കുക. ദാരിദ്ര്യാവസ്ഥയിൽ ഭർത്താവിനെ സഹായിക്കുക. വിശദീകരിക്കേണ്ടതാണ്, ഞാൻ മുതിരുന്നില്ല. അതുപോലെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങുക. ഭർത്താവിനുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കുക. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ, സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ. എന്ത് ജീവിത സൗകര്യവും നേടാൻ കഴിയുമായിരുന്നു. പക്ഷേ ആയിഷ ബിവി പറയാണ്, തുടർച്ചയായി ഞങ്ങൾ 2 പൂർണ്ണചന്ദ്രന്മാരെ കാണുമായിരുന്നു, ചന്ദ്രക്കലകൾ കാണുമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഒന്ന് അടുപ്പ് പുകയാത്ത സമയം വരെ 2 കറുത്തതല്ലാത്ത മറ്റൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല. അത്തംറുവൽ മാ, വെള്ളവും കാരക്കയും ഒഴികെ കറുത്ത കാരക്ക. വിശപ്പ് കാരണത്താൽ ആ വെള്ളത്തിന് പോലും കറുപ്പ് തോന്നുന്ന അത്രയും വലിയ ദാരിദ്ര്യാവസ്ഥ ഞങ്ങൾ അനുഭവിച്ചിരുന്നു. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ ഞങ്ങൾ നോമ്പ് നോറ്റവരാണ് റബ്ബേ. ഈ നോമ്പ് നോറ്റ് ഞങ്ങളിതാ ഒരു പ്രയാസവും അറിയിക്കാതെ കുറച്ച് വിശ്വാസികൾ ഈ ഹാളിൽ വന്നിരിക്കുന്നു. ഞങ്ങളിവിടെ ഹദീസുകൾ ഓതി, ആയത്തുകൾ ഓതി, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വർഗത്തിലേക്ക് എത്താനുള്ള വലിയ ഒരു മാർഗത്തെക്കുറിച്ച് ഒരല്പസമയം ഞങ്ങൾ സംസാരിച്ചിരിക്കുന്നു. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. റഹ്മാനെ, ഞങ്ങളുടെ ഖൽബുകൾ ഈമാനിൻ്റെ വെളിച്ചത്തിലാക്കി നീ നിലനിർത്തണേ തമ്പുരാനെ.